തിരുവനന്തപുരം പാച്ചലൂർ ബൈപ്പാസിൽ ബൈക്ക് ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ് 2 പേർക്ക് ദാരുണാന്ത്യം. നവീൻ സിബി, മൃദുല അന്ന ഉമ്മൻ എന്നിവരാണ് മരിച്ചത്. ഐഷിൻ ഡിയാഗോ ചേരുന്നു. ഐഷിൻ, പറയൂ. അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. ഇത് വരുന്നത് തിരുവല്ലം പാച്ചല്ലൂർ ബൈപ്പാസ് ആണ്. ഇവിടെ ടോള് കഴിഞ്ഞ് അല്പം മുൻപോട്ട് വരുമ്പോഴാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്ന് വരികയായിരുന്നു ഈ 2 പേരും. അവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം അവിടെ നിന്നും നേരെ വന്ന ഈ ഡിവൈഡറിലേക്ക് ഇടിച്ച് ഇരുവരും തെറിച്ച് ഈ കാണുന്ന പോസ്റ്റിന് കീഴിലെ സ്ലാബിൽ തലയിടിച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ മുഴുവൻ ബ്ലഡും മറ്റു കാര്യങ്ങളും അവരുടെ ഹെൽമറ്റിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. പോലീസ് അടക്കം ഇവിടേക്ക് എത്തി വാഹനം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തുണ്ടായിരുന്ന ചെടികളടക്കം ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഇവരുടെ തല ഈ കാണുന്ന ഈ സ്ലാബിൽ, ഈ പോസ്റ്റിന് താഴെ കാണുന്ന കോൺക്രീറ്റ് കട്ടയിലേക്ക് വന്ന് ഇടിച്ചാണ് ഇവർ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 പേർക്കും 25 വയസ്സാണ് പ്രായം. ഇതിൽ ഈ യുവാവിൻ്റെ വീട് എറണാകുളം സ്വദേശിയാണ്. മരണപ്പെട്ടിട്ടുള്ള നവീൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ UST ഗ്ലോബലിൽ വർക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ്. മൃദുല അന്ന ഉമ്മൻ എന്നുള്ള യുവതി 25 വയസ്സാണ്. തൊടുപുഴ സ്വദേശിയാണ് എന്നുള്ളതാണ്. ഇൻഫോസിസിലാണ് ജോലിയെടുക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ 2 പേരും ഈ ഭാഗത്ത് നിന്ന് വരുന്ന വഴിക്കാണ് ഈ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നത്. സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവർ അല്പസമയം ഇവിടെ ഈ റോഡിൽ ഈ ചോരയൊലിപ്പിച്ച് കിടന്ന ശേഷമാണ് ആംബുലൻസ് അടക്കം ഇവിടേക്ക് എത്തിച്ച് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഇതൊരു അതിവേഗ പാതയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്ന ഒരു ഇടം കൂടിയാണ്. ഇത്തരത്തിൽ ഇവിടെ അപകടങ്ങൾ പതിവാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നുകിൽ ഇവർ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാകാം ഈ ഒരു അപകടം ഉണ്ടായത്, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും അശ്രദ്ധ മൂലം ഉണ്ടായതാകാം ഈ അപകടം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്.